വിദേശ വനിതയുടെ മൃതദേഹം 7 ദിവസം ആംബുലൻസ് ഷെഡിൽ സൂക്ഷിച്ചെന്ന പരാതി. കാമറൂൺ സ്വദേശിയുടെ മൃതദേഹം മാനന്തവാടിയിലെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവറുടെ ഷെഡിൽ സൂക്ഷിച്ചെന്നാണ് പരാതി. ടി അനീസലയുണ്ട് വിവരങ്ങൾ നൽകാനായി. അനീസ, ഇതെന്താണ് സംഭവം? ഈ കഴിഞ്ഞ 20-ാം തീയതിയാണ് ഈ കാമറൂൺ സ്വദേശിയായ വനിത മാനന്തവാടിയിലെ ഒരു സ്വകാര്യ ആയുർവേദ ക്ലിനിക്കിൽ മരണപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ഈ മൃതദേഹം ആംബുലൻസ് ഡ്രൈവർ സ്വകാര്യ ആംബുലൻസ് ഷെഡിൽ 7 ദിവസത്തോളം സൂക്ഷിച്ചു എന്നാണ് ഇപ്പോൾ BJP പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം പോലീസിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് മരണത്തിൽ ദുരൂഹതയില്ല, കാരണം ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു ഇവർ. സിവിയർ ആയ അസുഖത്തെ തുടർന്നാണ് മരിച്ചത്. ഇവരുടെ കൂടെ സഹോദരിയും ചികിത്സക്ക് എത്തിയിരുന്നു. സഹോദരിക്കും പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ആംബുലൻസ് ഡ്രൈവർ ഈ ആംബുലൻസ് ഡ്രൈവർ നേരത്തെയും പല മൃതദേഹങ്ങളും, അതായത് വിദേശികളല്ല, സാധാരണ ഇവിടെ മരിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ മരിക്കുമ്പോൾ അവരുടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഏറ്റെടുത്ത് കയറ്റി വിടാറുള്ള ആളാണ്. ബന്ധുക്കളില്ലെങ്കിലും അത് അദ്ദേഹം ചെയ്യാറുള്ളതാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഈ സംഗതി ഏൽപ്പിക്കുന്നത്. അതേസമയം 7 ദിവസം എന്തിനാണ് ഇദ്ദേഹം ഷെഡിൽ മൃതദേഹം സൂക്ഷിച്ചത്, അതായത് ആംബുലൻസിൽ തന്നെ മൃതദേഹം സൂക്ഷിച്ചത് എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം BJP ഒരു പരാതി നൽകിയെ തുടർന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. അതേസമയം മരണം സംബന്ധിച്ച് പരാതികളില്ല. മരണം ഡോക്ടർ സ്ഥിരീകരിക്കുകയും നാച്ചുറൽ ഡെത്ത് ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിയും പരാതിയൊന്നും നൽകിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം 20-ാം തീയതി മരിച്ചതിന് ശേഷം 27-ാം തീയതി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി എംബാം ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം.